എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇഷ്ടം മാത്രമെന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ആദ്യത്തല്ലേ എൻ്റെ ദേഷ്യത്തിലാണ് നമ്മുടെ മഹേഷ്. അങ്ങനെ ആകാശിനെ കാണാൻ വേണ്ടി മഹേഷ് ഇറങ്ങി പോവുകയാണ്. ആര് പറഞ്ഞിട്ട് മഹേഷ് കേൾക്കുന്നൊന്നുമില്ല. എല്ലാവരെയും ധിക്കരിച്ച് തന്നെ മഹേഷ് ഇറങ്ങി പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ മഞ്ജിമയാണെങ്കിൽ രചനയെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് സംസാരിക്കുന്ന സമയത്താണ് സ്വപ്നവല്ലി വരുന്നത്. അപ്പോൾ സ്വപ്നവല്ലിയെ കണ്ടതോടുകൂടി ഫോൺ കട്ട് ചെയ്ത് സ്വപ്നവല്ലി ഒരെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വപ്നവല്ലിയോട് കുറേ ന്യായീകരിക്കുകയൊക്കെ ചെയ്യും മഞ്ജിമ. ഞാൻ അങ്ങനെയല്ല, അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് പറയും. വീണ്ടും രചന വിളിക്കുക. അപ്പോൾ നമ്മുടെ മഞ്ജിമ ഫോൺ കട്ട് ചെയ്യും. ഇതേ സമയത്ത് സുമിതയാണെങ്കിൽ രചനയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുക എന്തിനാ. അപ്പോൾ പറയും ഇങ്ങനെ രചന വിളിച്ചിരുന്നു, മഹേഷിൻ്റെ വീട്ടിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സുമിത പറയും നീ അന്വേഷിക്കുക. അപ്പോൾ പറയും ഇങ്ങനെ ഫോൺ വിളിച്ചപ്പോൾ വീണ്ടും കട്ട് ചെയ്ത്. അപ്പം സുമിത പറയും ഒന്നെങ്കിൽ അവളുടെ അടുത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫോണിൽ ചാർജ് തീർന്നിട്ടുണ്ടാവും എന്ന് പറയും. അപ്പോൾ പറയും നീ അവളുടെ നിന്ന് എല്ലാ രഹസ്യങ്ങളും ചോർത്തണം, പക്ഷേ ഇനി നീ അവൾക്ക് മുന്നിൽ മഹേഷിന് വേണ്ട എന്ന രീതിയിൽ തന്നെ നിൽക്കണം, എന്നാലേ നമ്മൾക്ക് അടുത്ത കരുക്കൾ നീക്കാൻ പറ്റുകയെന്ന് പറയും. അങ്ങനെ രചന വീണ്ടും വിളിക്കുമ്പോൾ മഞ്ജുവ വീണ്ടും വിളിക്കുമ്പോൾ രചന ഫോൺ കട്ടാക്കും. അങ്ങനെ വീണ്ടും പുതിയൊരു തുടക്കത്തിലേക്ക് പോവുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ മഹേഷ് ആണെങ്കിൽ ആകാശിനെ വണ്ടി തടഞ്ഞു നിർത്തി നന്നായിട്ട് കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഇനി നീ എൻ്റെ മകനെ തൊട്ട് നിൻ്റെ കൈ ഞാൻ വെട്ടുന്നു തന്നെ പറയുന്നു. അങ്ങനെ നല്ല രീതിയിൽ കൊടുത്തിട്ട് നല്ല പഞ്ഞിക്കിട്ടിട്ട് തന്നെ മഹേഷ് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും വിഷമത്തിലിരിക്കുകയാണ്. അപ്പം മഹേഷ് നിങ്ങൾക്കൊന്ന് ഉറങ്ങാനായില്ലേ എന്ന് ചോദിക്കുക. അപ്പം ഇഷിത പറയും ഞങ്ങളെ എല്ലാവരെയും ഞങ്ങൾ പറഞ്ഞത് കേൾക്കാതെ ഓടിപ്പോയിട്ട് മഹേഷ് വരാതെ ഞങ്ങളെങ്ങനെ ഉറങ്ങാനെന്ന് ചോദിക്കുക. അപ്പോൾ പറയും ഞാൻ അവന് കണക്കിലിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് സ്വപ്നമല്ലേ ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്താവും, നാളെ എന്താവും. അപ്പോൾ അമ്മ വിഷമിക്കൊന്നും വേണ്ട, നാളെ എന്താകും, ഇത് ചെയ്തില്ലെങ്കിൽ അവൻ വീണ്ടും എൻ്റെ മകനെ ഉപദ്രവിക്കുമെന്ന് പറയും. അപ്പോൾ ഇഷിത പറയും ശരിയാണ്, ഇത് കൊടുത്തത് നന്നായി എന്ന് പറയും. അപ്പോൾ സ്വപ്നവല്ലി പറയും നീ എന്താ ന്യായീകരിക്കുകയാണോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും അങ്ങനെയല്ല അമ്മേ, എന്നെ തടഞ്ഞു നിർത്തി പല പ്രാവശ്യം ആകാശ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അന്ന് ചെയ്യാത്ത മഹേഷ് ഇന്ന് ചെയ്തത് നന്നായി എന്ന് തന്നെയാണ് ഞാൻ പറയുന്നതെന്ന് പറയും. അങ്ങനെ എല്ലാവരും പോയി കിടന്നുറങ്ങും. അപ്പം മഹേഷ് പറയും മോൾ എന്തെന്ന് ചോദിക്കും. അപ്പോൾ ഇഷിത പറയും മോൾ ഉറങ്ങിയെന്ന് പറയും. ഞാൻ പോയി കാണട്ടെ എന്ന് പറയും. അങ്ങനെ മകളുടെ അടുത്ത് ചെന്നിട്ട് മനസ്സിലിങ്ങനെ പറയും മോളെ നീ വിഷമിക്കേണ്ട, ആദ്യേട്ടനെ തല്ലിയവന് ഞാൻ നല്ല കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മോള് സുഖമായി ഉറങ്ങിക്കോളാൻ പറഞ്ഞിട്ട് നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുക. ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ഇഷിത പുറത്ത് നിൽക്കുന്നത്. പിന്നീടാണെങ്കിൽ നമ്മുടെ ആകാശാണെങ്കിൽ തീരെ വയ്യാതെയൊക്കെ വണ്ടി ഓടിച്ച് അങ്ങനെ വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലേക്ക് എത്തുമ്പോൾ ആടിക്കുഴഞ്ഞൊക്കെയാണ് ചെല്ലുന്നത്. ഇത് രചനയും സുമിതയും കാണുന്നുണ്ട്. എന്നിട്ട് പറയുന്ന ആകാശ് മേനോനെ തൊട്ട ഒരുത്തനെ ഞാൻ വെറുതെ വിടത്തില്ല, നിൻ്റെ മകനുണ്ടല്ലോ അവനെ ശരിയാക്കും എന്നുള്ള രീതിയിൽ തന്നെ പറയണം. അപ്പോഴേ രചനയ്ക്ക് മനസ്സിലാവും ആദി പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും, ആദി ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മഹേഷ് ആകാശിന് നന്നായിട്ട് കൊടുത്തെന്ന് മനസ്സിലായി. അപ്പോൾ ഈ സമയം അങ്ങനെ ആകാശ് വായിൽ തോന്നിയെല്ലാം വിളിച്ചു പറയും. ഇതേ സമയമാണ് നമ്മുടെ ആദിയും വരുന്നത്. ആദിയെ കാണുമ്പോഴത്തേനും നമ്മുടെ ആകാശ് മേനോൻ്റെ കാര്യം പറയണ്ടല്ലോ, നല്ല രീതിയിൽ തന്നെ ഇത് ഹാലിൽ ഇളകുന്നുണ്ട്. പക്ഷേ ആദിക്കും പേടിയാവുന്നുണ്ട് നമ്മുടെ ആകാശ് മേനോന്. അങ്ങനെ അവരങ്ങോട്ട് മാറുന്ന സമയത്ത് നമ്മുടെ സുമിത പറയും ഈ സമയത്താണ് നമ്മൾ കളികൾ ഇറക്കേണ്ടത്, ഇത് പറ്റിയ സമയമാണെന്ന് പറയും. അപ്പോൾ രചനയാണെങ്കിൽ മൊത്തത്തിൽ ട്രാപ്പിലാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ സുമിതയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് അറിയാതെ പാവം രചന ഇതിനെല്ലാം കൂട്ടു നിൽക്കുകയാണ്. പിന്നീട് നമ്മുടെ ഇഷിതയും മഹേഷിനെയാണ് കാണിക്കുന്നത്. പുറത്ത് നിൽക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. രണ്ടുപേർ, ഒരാൾ കാറിൻ്റെ അടുത്ത് ഇരിക്കുന്നത്. അപ്പം മനസ്സിലിങ്ങനെ പറയുന്നു, മഹേഷ് ഇങ്ങനെ പറയുന്നു നീ ഇല്ലാതെ ഞാനുമില്ല, ഞാനില്ലാതെ നീയുമില്ല. അങ്ങനെ അപ്പോൾ ഇഷിത വരുന്നത്. അങ്ങനെ കുറച്ച് പ്രണയം നിമിഷങ്ങളൊക്കെ കൂടി കലർന്നതാണ് നാളത്തെ എപ്പിസോഡ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.